ഇന്നത്തെ ഏറ്റവും പുതിയ മാർക്കോ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ വലിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ മാർക്കോ. ഇപ്പോഴത്തെ ഉണ്ണിയുടെ രണ്ടാമത്തെ 50 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 60 കോടിയിലേക്ക് കളക്ഷൻ അടുക്കുകയാണ്. അതിനുമപ്പുറം ഒരുപാട് വമ്പൻ കളക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാർക്കോ പോലൊരു വമ്പൻ വയലൻസ് നിറഞ്ഞ മോളിവുഡ് സിനിമയോടൊപ്പം തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ച മറ്റ് വമ്പൻ വയലൻസ് നിറഞ്ഞ ഇന്ത്യൻ സിനിമകളായിരുന്നല്ലോ അനിമൽ, ഒപ്പം തന്നെ കില്ല്. ഇതിൽ കില്ലെന്ന ഈ വർഷം പകുതിയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഹിന്ദി സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ മാർക്കോ പുഷ്പം പോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മറികടന്നിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നേരത്തെ കില്ല് തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണെങ്കിൽ പോലും സിനിമയ്ക്ക് അതിനൊത്ത കളക്ഷൻ ഒന്നും തന്നെയല്ല ബോളിവുഡ് സിനിമയായിരുന്നിട്ടും സിനിമ നേടിയെടുത്തത്. 50 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ വന്നില്ല. 47 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനിലെ വലിയ വിജയമാകാനാവാതെയും കേരളത്തിൽ വിജയവുമായി മാറിയ കില്ല് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ അങ്ങനെ മാർക്കോ മറികടന്നിരിക്കുകയാണ്. ശേഷം മാർക്കോയ്ക്ക് മറികടക്കേണ്ടിരുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. അത് 2022 ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മാളികപ്പുറം എന്ന സിനിമയാണ്. 54 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ഇപ്പോഴത്തെ ആ കളക്ഷൻ ഇന്നലത്തെ 7ാം ദിവസത്തെ കളക്ഷനോടെ മാർക്കോ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഉണ്ണി മുകുന്ദൻ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ റെക്കോർഡുകളുടെ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മോളിവുഡിലെ പല താരങ്ങളുടെയും ഫൈനൽ കളക്ഷൻ മാർക്കോ മറികടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ മാർക്കോയുടെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.